സോ ഇന്നലെ ബയൺ മ്യൂണിക്കിനെ ബയർ ലെവർകൂസൻ ഹോമില് നമ്മൾ നോക്കുകയാണെങ്കിൽ നിർത്തി പൊരിച്ചു എന്നൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. റയൽ മാഡ്രിഡ് ജിറോണയെ നമ്മൾ നിർത്തി പൊരിച്ച് അൽഫാം ആക്കി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് അതല്ല, ഇത് അതുക്കും മേലെ നിർത്തി പൊരിച്ചിട്ട് പുഴുങ്ങി വീണ്ടും ഫ്രൈ ചെയ്തെടുത്തെന്ന് പറയാം. അമ്മാതിരി പെർഫോമൻസ്. എന്നാൽ ആദ്യത്തെ ഒരു 20 മിനിറ്റിന് ശേഷം മേ ബി ലെവർകൂസന്റെ പ്ലേയേഴ്സ് ഒക്കെ കളിയിലൊന്നും മെനക്കെട്ടിട്ട് പോലില്ല, മെനക്കെടേണ്ട വന്നിട്ടില്ല. മേ ബി പല പ്ലേയേഴ്സിനോട് ഇന്ന് കളിക്കാൻ ഇറങ്ങാൻ പറഞ്ഞാൽ റെഡി ആയിരിക്കും, കാരണം അവരൊന്നും വിയർത്ത് പോലും കാണത്തില്ല. ആദ്യത്തെ ഒരു 15-20 മിനിറ്റിന് ശേഷം ലെവർകൂസന്റെ പ്ലേയേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് വിയർത്ത് പോലും കാണത്തില്ല. അവരിപ്പോഴും ഫിറ്റ് ആയിരിക്കും ഇറങ്ങാനായിട്ട്. അമ്മാതിരി ഈസി പെർഫോമൻസ് ആയിരുന്നു അവർക്ക്. സോ ഇന്നലെ മാച്ചിൽ നമ്മൾ ലൈനപ്പ് നോക്കാനായിട്ടാണെങ്കിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ട് ട്വിറ്റർ ആണെങ്കിൽ ഡയറിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിലോട്ട് ഞാൻ വരാം. ആൻഡ് ഇവർ ചെയ്ത എന്നാന്ന് വെച്ചാൽ ഇവരുടെ ആ ഷേപ്പ് മാച്ച് ചെയ്യാനായിട്ട് പുള്ളി 3-4-2-1 ഷേപ്പ് തന്നെ ഇട്ടു. 3-4-2-1 ഷേപ്പ് സാനേനെ അതുപോലെ തന്നെ മുസിയാനെ പുള്ളി ഇന്റീരിയർ ആക്കുന്നു. ആൻഡ് ഹാരി കെയ്ൻ സ്ട്രൈക്കർ വിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പുള്ളി ചെയ്തെന്നു വെച്ചാൽ ബോയനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇയർ അസൈൻ ചെയ്ത ഹു ഇസ് നാച്ചുറലി റൈറ്റ് സൈഡ് പ്ലെയർ. പുള്ളിനെ പിടിച്ച് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് റൈറ്റിൽ മസുറാനെ സ്റ്റാർട്ട് ചെയ്യുന്നു. കളിയുടെ ഇടയ്ക്ക് വെച്ച് ഇവർ തമ്മിൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. റാഫേൽ ഗൊറേറോ ബെഞ്ച് ഇരിപ്പുണ്ടെന്ന് ഓർക്കണം ലെഫ്റ്റിൽ കളിക്കാനായിട്ട്. ആൻഡ് ഹി യൂസ്ഡ് ബോയ് പോട്ടെ. ആൻഡ് ബാക്ക് 3 ഇറക്കുന്നു. ആൻഡ് 3-4-2-1 ഷേപ്പ് ഇട്ട് എക്സാക്ട്ലി മാൻ ടു മാൻ മാച്ച് ചെയ്യുന്നു. സത്യം പറയുന്നില്ല, ബയൺ മ്യൂണിക്കിന്റെ പ്ലേയേഴ്സ് ഇത്രയും പേടിച്ച് കളിക്കുന്ന ഒരു ബയൺ മ്യൂണിക് പ്ലേയേഴ്സിനെ കണ്ടു കാണുന്നില്ല. പേടിച്ചാണ് ബയൺ മ്യൂണിക്ക് കളിച്ചത്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല, ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഫസ്റ്റ് 20 മിനിറ്റ്സ് മേ ബി ലെവർകൂസന്റെ ഒരു അല്പം 15 മിനിറ്റ്സ് സ്ട്രഗിൾ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ സാബി അലോൺസോ പഠിക്കുമായിരുന്നു. സാബി അലോൺസോ എന്ന ടാക്ടീഷ്യനെ നമ്മൾ കാണുകയായിരുന്നു. 15 മിനിറ്റ് പുള്ളി കാര്യം പിടികിട്ടി. പുള്ളി പെട്ടെന്ന് അനലൈസ് ചെയ്തു. പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ലെവർകൂസന്റെ ഐഡിയാസ് എന്താണ്. അവര് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓവർലോഡ് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആക്കും. സോ അങ്ങോട്ട് ബോൾ ഷിഫ്റ്റ് ചെയ്യും. അവരെ കൊള്ളാണ്. നമ്മൾ ടാക്ടിക്കലി അറിയാവുന്നവരാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓവർലോഡ് ചെയ്യുന്ന ഒരു കാര്യം സാബി അലോൺസോ. സോ ട്വിറ്റർ എന്റെ ആയതു ആ സൈഡ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. മാൻ ടു മാൻ എക്സാക്ട് ഷേപ്പ് ഇട്ട് ചെന്നു. പക്ഷെ സംഭവിച്ചെന്താണ്, 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാബി അലോൺസോയ്ക്ക് കാര്യം പിടികിട്ടി. ഹീസ് എ ജീനിയസ് എന്നുള്ളതിന്റെ എല്ലാവിധ ഐഡിയാസ് ആണ്. പുള്ളി തന്നെ അത് ഗ്രിമാൾഡോനെ പതുക്കെ മിഡ്ഫീൽഡിലോട്ട് കയറ്റി. ആൻഡ് ഹിൻകാപ്പിയനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഗ്രിമാൾഡോ നമ്മൾ കളിയിൽ കാണുന്ന റോൾ എന്താണോ അതോ ആ ഒരു പ്രോപ്പർ വിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹിൻകാപ്പിയനെ പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രിമാൾഡോ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറുന്നുണ്ട്. മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വീണ്ടും ലെവർകൂസൻ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പൊട്ടാനായിട്ടുള്ള കാരണം ഞാൻ പറയാം. മിഡ്ഫീൽഡിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കേട്ടിരുന്നു. ആകെപ്പാടെ ബയൺ മ്യൂണിക് പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആവുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അവരുടെ പ്ലാൻ തെറ്റി. അവര് സ്റ്റഡി അവർ ഓർത്തോണ്ടിരുന്ന ഗ്രിമാൾഡോനെ അവിടെ നിൽക്കുക, ഗ്രിമാൾഡോനെ ബ്ലോക്ക് ചെയ്യുക. ഇത് ഹിൻകാപ്പിയനെ പുള്ളി അങ്ങോട്ട് വരും, ഗ്രിമാൾഡോനെ മിഡ്ഫീൽഡിലോട്ട് കയറ്റി ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി സെൻട്രൽ ഏരിയാസിൽ ബയൺ മ്യൂണിക്ക് ഷോർട്ടേജ് ആയിരുന്നു. സോ നമ്മൾ ബയൺ മ്യൂണിക്കിനെ സംഭവിച്ച എന്താണെന്ന് നമ്മൾ ക്ലിയർലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി കാണാൻ വെറും 39% പൊസഷൻ ഒക്കെ ഉള്ളായിരുന്നു. പക്ഷെ അതും വെച്ചുകൊണ്ട് ഗെയിം കൺട്രോൾ ചെയ്തു. 1.36 എക്സ്പെക്ടഡ് ഗോൾസ് എക്സീഡ് ചെയ്തു ലെവർകൂസൻ. വിച്ച് മീൻസ് കിട്ടിയ ചാൻസ് അഥവാ കൺവേർട്ട് ചെയ്യാൻ ചാൻസ് കുറവുള്ള ഐറ്റംസും അവർ കൺവേർട്ട് ചെയ്തു. ആൻഡ് ഡിഫെൻസീവ്ലി ആൻഡ് ഗോൾ കീപ്പർ എല്ലാം മോശമായിരുന്നു ബയൻ്റെ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എക്സ്പെക്ടഡ് ഗോൾസ് എക്സീഡ് ചെയ്യുക. സോ നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ബാക്ക് 3 വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത എന്നാണെന്നറിയോ, ബോയനെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മസുറായുടെ മാക്സിമം വിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഇൻ പൊസഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഡ് ഏരിയാസിലോട്ട് പുഷ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഇന്റീരിയർ ആയിട്ട് സാനയും മുസിയാലയും കളിക്കുന്നു. രണ്ടുപേരും നള്ളിഫൈ ആക്കി, ഒരു റോളും ഇല്ല എന്ന് മാച്ചിൽ. അന്നേരം നമ്മൾ നോക്കുവാണെങ്കിൽ ഡയർ ആയിരുന്നു സെൻട്രല്. ആൻഡ് ഉപ്പമക്കാനോയും അതുപോലെ തന്നെ കിമ്മിഞ്ചയും രണ്ട് സൈഡിലോട്ട് വൈഡ് ഏരിയാസിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ സെൻട്രല് സത്യം പറഞ്ഞാൽ ഓൺ പൊസഷൻ ബിൽഡപ്പ് ഫേസിൽ മറ്റു നോക്കുമ്പോൾ ഒറ്റ ഡിഫൻഡറേ ഉള്ളൂ, ഒറ്റ സെന്റർ ബാക്കേ ഉള്ളൂ, എറിക് ഡയർ. കിമ്മിഞ്ചയും ഉപ്പമക്കാനോയും രണ്ട് വൈഡ് ഏരിയാസിൽ, വിങ് ബാക്സ് രണ്ടും പുഷ് ചെയ്യുന്നു. ആൻഡ് മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗോററ്റ്സ്ക ആൻഡ് പൗലോവിച്ച് രണ്ടുപേർക്കും മിഡ്ഫീൽഡിൽ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ചുരുക്കി പറഞ്ഞാൽ ആ സെൻട്രൽ ഇവർ 3 പേര്, മിഡ്ഫീൽഡായിട്ട് പൗലോവിച്ചും അതുപോലെ തന്നെ ഗോററ്റ്സ്കയും, ഡിഫൻഡർ ആയിട്ട് ഉള്ളി എറിക് ഡയർ ഇൻ പൊസിഷൻ. അതേസമയത്ത് ഇവർ ഗ്രിമാൾഡോനെ കൂടെ സെൻട്രലിലോട്ട് വരച്ച് അവർ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തു. ഫ്ലോറിയൻ വിറ്റ്സ്, ആൻഡ്രിച്ച്, ഗ്രിമാൾഡോ, സ്ട്രൈക്കറായിട്ട് കളിച്ച പ്ലേനെ വരാൻ ഞാൻ വിട്ടുപോയി. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അവർ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഈസി ആയിട്ട് വെൻ എവർ ദ ബോൾ ഈസി ആയിട്ട് അവർ വിൻ ബാക്ക് ചെയ്യുമ്പോഴേക്കും ബോൾ ബയൺ മ്യൂണിക്ക് ഫോർവേഡിലോട്ട് ബിൽഡപ്പ് ഫേസിനെ ശ്രമിക്കുമ്പോഴേക്കും ഈസി ആയിട്ട് എപ്പോഴേലും വെച്ച് ബയൺ ലെവർകൂസൻ ബോൾ വിൻ ബാക്ക് ചെയ്യുന്നു. ഈസി അറ്റാക്ക്. അങ്ങനെ സെൻട്രൽ പ്ലേയേഴ്സ് ഇല്ല, ഐസൊലേറ്റഡ് ആയിട്ട് എറിക് ഡയർ നിൽക്കുന്നു, ഹു ഇസ് വൺ ഓഫ് ദ സ്ലോവസ്റ്റ് പ്ലേയേഴ്സ്. ആൻഡ് ഹൈലൈൻ കളിക്കുകയാണ് എറിക് ഡയറിനെ മാത്രം സിംഗിൾ ആയിട്ട് നിർത്തിക്കൊണ്ട്. വാട്ട് വാസ് ട്വിച്ചർ തിങ്കിങ്? സാബി അലോൺസോ മണ്ടനാണെന്ന് ഓർത്തു. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെന്ന്
ഓവർ ക്രൗഡ് ആക്കിയിട്ട് അവരെ ആ ഒരു ഐസൊലേറ്റഡ് ഓവർലോഡ് ആക്കി ക്രിയേറ്റ് ചെയ്ത് കളിക്കാൻ മാത്രമേ സാബി അലോൺസൊക്കെ അറിയത്തുള്ളൂ നോക്കും. മാൻ ടു മാൻ മാച്ച് ചെയ്താൽ ആദ്യത്തെ 15 മിനിറ്റ് കുഴപ്പമില്ല കളിച്ചാൽ വീണ്ടും സാബി അലോൺസൺ ആ ടാക്ടിക്സ് തന്നെ സ്റ്റിക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് പ്ലാൻ ഇല്ലാതെയാണ് ട്വിറ്ററിലെ ടീം ഇന്നലെ ഇറങ്ങിയത്. അവർ ആ വൈഡ് ഏരിയാസ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സെൻട്രൽ ഏരിയാസ് ഓപ്പൺ ആക്കി കൊടുത്തു. പിന്നത്തെ മാച്ച് ഒരു ജസ്റ്റ് ഒരു ബേസിക് ടാക്ടിക് ഷിഫ്റ്റ് ആണ് എടുത്തത്. ഗ്രിമാൾഡോനെ അങ്ങോട്ട് വലിയ സെൻട്രൽ ഏരിയാസ് ഓവർലോഡ് ആക്കി ആ വൈഡ് ഏരിയാസിലോട്ട് വീണ്ടും പ്ലേയേഴ്സിനെ പുഷ് ചെയ്യിപ്പിക്കുന്നു പുള്ളി. ബേസിക്കലി സാബി അലോൺസോ മാറ്റിയ ടാക്ടിക്കൽ ഷിഫ്റ്റ് എന്താന്ന് മേ ബി കളി കണ്ടോണ്ടിരുന്ന പലർക്കും മനസ്സിലായി, ട്വിറ്ററിന് മനസ്സിലായില്ല. ആൻഡ് സ്റ്റാനിസിച്ചിനെയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. എന്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ചുകൂടെ ഡിഫൻസീവ് കവറാണ്. ഫ്രിംപോങ്ങിനെ ആൾ ബെഞ്ചിലിരുത്തി. ആൻഡ് ഹി മേഡ് എ ബോൾ മൂവ്. സ്റ്റാനിസിച്ചിനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാനിസിച്ച് വാസ് ഗ്രേറ്റ്. പുള്ളി ഗോൾ സ്കോർ ചെയ്യുന്നു, ഈക്വലി അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഹീസ് എ ബയൺ മ്യൂണിക് പ്ലെയർ. ലോണിന് വിട്ടേക്കുവാണ് ഇവിടെ. ആൻഡ് ട്വിറ്റർ മേഡ് ദ കോൾ ടു സെൻഡ് ഹിം ഓൺ ലോൺ. എന്നിട്ട് ഡിഫൻഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിക്കുന്നു. എന്നിട്ട് എറിക് ഡയറിനെ വാങ്ങിച്ചേക്കുന്നു. സ്റ്റാനിസിച്ച് ഈസ് എ സുപ്പീരിയർ പ്ലെയർ ആണ് എറിക് ഡയർ ആസ് എ ഡിഫൻഡർ. സോ ഇങ്ങനത്തെ ഒരു ബേസിക് മണ്ടത്തരമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് സാബി അലോൺസോ നടത്തിയപ്പം ബേസിക് ആയിട്ട് സെൻട്രൽ ഏരിയാസ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്തോടെ വീണ്ടും ആ സെയിം ഐഡിയാസിലോട്ട് പോകുന്നു. അവസാനമായപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉപ്പമേക്കാനൊക്കെ എല്ലാം ഇൻവൈറ്റ് ചെയ്ത് കയറി വരണം. സോ ഇന്നലെ ഉപ്പമേക്കാനോ മോശം പെർഫോമൻസ് ആയിരുന്നെങ്കിൽ മേ ബി 5-6 സ്കോർ കൊണ്ടാണ്. ഐ തിങ്ക് സ്റ്റുട്ട്ഗാർട്ടിനെതിരെ തോറ്റതിനേക്കാളും 9 മാർജിനിൽ ഇന്നലെ തോക്കേണ്ടതാണ്. ലെവർകൂസൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരിക്കും 3-0 അല്ലെ തോപ്പിച്ചുള്ളൂ എന്ന് ഓർത്ത്. ആൻഡ് അവസാനത്തെ തേർഡ് ഗോൾ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ സാൻസിച്ചിന്റെ ഗോള്, പിന്നെ ഗ്രിമാൾഡോയുടെ ഗോള്, പിന്നെ അവസാനത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഫ്രിംപോങ് അടിച്ച ഗോളില് മാനുവലിന് വരെ അവസാനം കയറ്റി വിടുന്നു. എന്താണ് 2-0 നിൽക്കുമ്പോൾ അത് ട്വിറ്ററിന്റെ ഗോളായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അവിടെ 2-0 നിൽക്കുന്നു. 2-1 ആക്കാം ന്യൂവർ ചെയ്യാൻ പറ്റും. ശരിയാണ്, 1-0 വരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇത് കയറ്റി വിടുന്നു. അവിടെ ജൊനാഥൻ ആ ബോൾ വിൻ ചെയ്യുന്നു. ഈസി ആയിട്ട് ഫ്രിംപോങ്ങിലോട്ട് വിടുന്നു. ആൻഡ് ഫ്രിംപോങ്ങിന്റെ സൂപ്പർ ഫിനിഷ് 3-0 ഒരു നല്ല വിക്ടറി നേടുകയാണ്. നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, നശിപ്പിക്കുന്ന വിക്ടറി. സോ ഈ ഒരു ജസ്റ്റ് ബേസിക് ടാക്ടിക് ഷിഫ്റ്റ് ആണ് പുള്ളി. അതാണ് ഹിൻകാപ്പിയൊക്കെ ഇന്നലെ വേറെ ലെവലായി. ഫ്ലോറിയൻ വെച്ചിന്റെ ഡിഫൻസീവ് വർക്കിലോട് നമ്മൾ ഇന്നലെ കണ്ടു. ഡിഫൻസീവ്ലി ടീമിനെ സാധിക്കുന്നത്, പ്രസ് ചെയ്യുന്നു, ബോൾ വിൻ ചെയ്തു. ബോള് അവര് ഈസി ആയിട്ട് ബയൺ മ്യൂണിക്കിന്റെ കാര്യം നിന്ന് വിൻ ചെയ്യാണ്. എപ്പോഴൊക്കെ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന വിൻ ചെയ്യാണ്. ബയൺ മ്യൂണിക്ക് 65% പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ബാക്ക് പാസ് പാസ് ചെയ്യുക, ബാക്ക് പാസ് ചെയ്യുക. ആൻഡ് ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. ബിറ്റ്വീൻ ദ ലൈൻ ബയൺ മ്യൂണിക്കിന് പാസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കംപ്ലീറ്റ്ലി അവർ കട്ട് ചെയ്തു. ആൻഡ് ജൊനാഥൻ ആണെങ്കിലും ഹിൻകാപ്പി ആണെങ്കിലും വേറെ ലെവലായിരുന്നു ഇന്നലെ പെർഫോമൻസ്. എടുത്തു പറയേണ്ട കാര്യമാണ്. ടാപ്സോവ ആണെങ്കിലും സൂപ്പർ പെർഫോമൻസ്. പിന്നെ എടുത്ത് അപ്പോൾ 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇറ്റ്സ് എ കോമഡി. 1 ഷോട്ട് ഓൺ ടാർഗറ്റ് ഫ്രം ബയൺ മ്യൂണിക്. ആൻഡ് ഹാരിക്കേനും സാനയ്ക്കും മുസിയാലയ്ക്കും എന്താണ് സത്യം പറഞ്ഞാൽ മാച്ചിൽ ഇന്നലെ അവർ പിച്ചിൽ ഇറങ്ങിയില്ലായിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. 3 പേരെ ആ ഇന്റീരിയേഴ്സ് ആയിട്ട് മുസിയാലിനെയും സാനനെയും ഉപയോഗിക്കുന്ന ഹാരിക്കേനെ ഫോർവേഡ് മാച്ച് ചെയ്യാൻ നോക്കിയതാണ്. ബേസിക് ആയിട്ട് അവരെ വൈഡ് ഏരിയാസിലോട്ട് മാറ്റുക, ആൻഡ് ഡിഫൻഡേഴ്സിനെ സെൻട്രൽ ഏരിയാസിലോട്ട് വെച്ച് പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കുക സെക്കൻഡ് ഹാഫ്. അങ്ങനത്തെ അത് ആ ഡിസിഷൻ എടുത്തപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയി. ബേസിക് ആയിട്ട് ആ ഒരു ചേഞ്ച് നടത്തിയാൽ മതിയായിരുന്നു. മേ ബി ഇത്രയും ചാൻസുകൾ കൺസിഡർ ചെയ്യത്തില്ലായിരുന്നു. സിമ്പിൾ. ആൻഡ് എനിക്ക് എടുത്തു വെക്കാനുള്ള മറ്റൊരു കാര്യം, എന്താണ് എറിക് ഡയർ അവിടെ ചെയ്യുന്നത്? മത്തേസ് ഡിലൈറ്റ്, who is a 80 million center back, is sitting on the bench. 80 million center back. ആൻഡ് ഒറ്റയ്ക്ക് ഈ ഒരു റോളിൽ കളിക്കാനായിട്ട് വൺ ഓഫ് ദ സ്ലോവസ്റ്റ് ഡിഫൻഡേഴ്സ് ആയ എറിക് ഡയറിനെ പിടിച്ച ആ ഒരു സിംഗിൾ ഡിഫൻഡർ റോളിലോട്ട് പൊസിഷൻ ആക്കുന്നു. ഹൈലൈൻ കളിക്കുന്നു എറിക് ഡയർ. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 80 million റേറ്റഡ് പ്ലെയർ ആണ്. ടോട്ടൻഹാം ഹോട്ട്സ്പറിലെ 5th ചോയ്സ് സെന്റർ ബാക്ക് ആയിരുന്നു നോക്കണം. 5th ചോയ്സ് ഫോർ പോസ്റ്റിനോഗ്ലു, ബിഹൈൻഡ് എമർസൺ ആൻഡ് ഡേവിസ്, ഹു ആർ ഫുൾ ബാക്സ്. അവരെ പുള്ളി സെന്റർ ബാക്സ് ആയിട്ട് വിശ്വസിച്ചിറക്കി. ദാൻ എറിക് ഡയർ. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ടോട്ടൻഹാം ഈസ് എ ഗ്രേറ്റ് ക്ലബ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ടോട്ടൻഹാമും ബയൺ മ്യൂണിക്കും നമ്മൾ പൊതുവെ നോക്കുമ്പോൾ വേറെ ലീഗാണ് രണ്ടും. ഒന്നാമത് എറിക് ഡയർ ഷുഡ് നെവർ ബി എ പ്ലെയർ ഹു ഈസ് ഈവൻ എ ബെഞ്ച് പ്ലെയർ പോലും ആയിരിക്കരുത് ബയൺ മ്യൂണിക്കിന്റെ. ഒരിക്കലും ആരും. എന്നിട്ടാണ് പുള്ളി ഇത്ര ഹൈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയാണ്, ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ പോട്ടെങ്കിൽ ഇത് ഡിലൈറ്റ് വാസ് അവൈലബിൾ. ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. ഗൊററ്റ്സ്കയുടെ ഒക്കെ ഇന്നത്തെ ശോകം പെർഫോമൻസ്. അതും കൂടെ ആയപ്പം തീർന്നു. ഡയറിന് എന്നാ ചെയ്യണമെന്ന് അറിയാതെ. ഡയർ സത്യം പറഞ്ഞാൽ പിച്ചിൽ പേടിച്ച് കളിക്കുക. നമുക്ക് കാണാൻ ഒരു ഐഡിയ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം എന്നെ നാളെ വിളിച്ച് ബയൺ മ്യൂണിക്ക് ടീമിൽ ഇറക്കിയിട്ട് കളിച്ചോന്ന് പറഞ്ഞാല് ഞാൻ പിച്ചിൽ ഒരു ഐഡിയ ഇല്ലാതെ വായം വിളിച്ച് ഇങ്ങനെ നിൽക്കത്തില്ല. എന്താ ഇവരൊക്കെ വേറെ ലീഗ്, ഞാനാണെങ്കിൽ അയ്യോ ഞാൻ അവിടെ കിടക്കുന്നു, ഇവന്മാർ അവിടെ കിടക്കുന്നു, ഞാൻ സത്യം പറഞ്ഞാല് എന്താണ് ഈ ടീമിൽ കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ
നമ്മളിങ്ങനെ നിൽക്കത്തില്ല. ശരി പറഞ്ഞാൽ ഒരു ടീമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുത്തനെ ചുമ്മാ വഴി അഥവാ സ്റ്റാൻഡ്സിലിരിക്കുന്ന ഒരുത്തനെ ഒരു പയ്യനെ വിളിച്ചിട്ട് വാ ഇറങ്ങി ബയൺ മ്യൂണിക്കിന് വേണ്ടി സെന്റർ ബാക്കി നിൽക്കുന്നു പറഞ്ഞാൽ ആ പടം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വായം പൊളിച്ച് ടാക്ടിക്സ് ബോർഡോ ഒന്നും പഠിക്കാതെ ഇരിക്കത്തില്ല. അമ്മാതിരിയാണ് എറിക് ഡയറിന്റെ ഇരിപ്പ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇരിപ്പ്. സോ ടാക്ടിക്കലി പറയാനായിട്ടാണ് ആ ഒരു ബേസിക് ഷിഫ്റ്റ് ആണ് സാബി അലോൺസോ. സാബി അലോൺസോ ഈസ് എ ടാക്ടിക്കൽ ജീനിയസ് എന്നുള്ളതിന്റെ വമ്പൻ സൂചനയാണിത്. ആ ഒരു ചെറിയ ടാക്ടിക്കൽ ഷിഫ്റ്റ് പുള്ളി നടത്തി. ആൻഡ് ടുച്ചൽ വായം പൊളിച്ചിരിക്കുകയാണ്. ആൻഡ് ടുച്ചൽ ആസ് എ കോച്ച് സത്യം പറഞ്ഞാൽ ഇത് പുള്ളിക്ക് നാണക്കേടാണ്. ഒരു ബേസിക് ഷിഫ്റ്റ് സാബി അലോൺസോ നടത്തിയപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ബോധം പോലും ഇല്ലാതിരുന്ന പേടിച്ച് മാൻ ടു മാൻ ഇത് ചെയ്തുകൊണ്ട് യു ആർ ബയൺ മ്യൂണിക്, യു ആർ പ്ലേയിങ് ആസ് ബയർ ലെവർകൂസൻ, അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ യു ആർ ബയൺ മ്യൂണിക് അല്ലേ. ബയർ ലെവർകൂസൻ ഷുഡ് ബി അഫ്രൈഡ് പ്ലേയിങ് അഗൈൻസ്റ്റ് യു. ആൻഡ് ബയർ ലെവർകൂസൻ ആയിരിക്കണം നിങ്ങളുടെ ലൈനപ്പിനെ മാച്ച് ചെയ്യാനായിട്ട് പ്ലേയേഴ്സിനെ വെച്ച് പോയി. ഇത് നേരെ തിരിച്ചായി. ടുച്ചല് സത്യം പറഞ്ഞാൽ ഒരു ലൂസേഴ്സ് മെന്റാലിറ്റി ആണോ ഈ ബയൺ മ്യൂണിക് ടീമിലോട്ട് അടിച്ചു കയറ്റുന്നതെന്ന് തോന്നുന്നു. കാരണം ബയർ ലെവർകൂസനെ മാച്ച് ചെയ്യാനായിട്ട് അവരുടെ ഫോർമേഷനിലോട്ട് പോകുന്നു, പ്ലേയേഴ്സിനെ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത പൊസിഷനിലോട്ട് കളിപ്പിക്കുന്നു. ഈഗോ ഇഷ്യൂസ് കാരണം പ്രോബ്ലി നിങ്ങളുടെ ബെസ്റ്റ് സെന്റർ ബാക്കിനെ ബെഞ്ചിൽ ഇരുത്തുന്നു. ആൻഡ് റാഫേൽ ഗൊറേറോ ബെഞ്ചിൽ ഇരിക്കുകയാണ്, റൈറ്റ് ബാക്കിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ഉപയോഗിക്കുന്നു. വാട്ട് വാസ് ഹി തിങ്കിങ്? വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ഫ്രം ബയൺ മ്യൂണിക്. ആൻഡ് ടുച്ചൽ ആസ് എ കോച്ച് സോ ഡിസപ്പോയിന്റിങ്, അത്രേ പറയാനായിട്ടുള്ളൂ. ആൻഡ് സാബി അലോൺസോ സൂപ്പർ മാൻ, 5 points lead. Now it's Bayer Leverkusen's league to bottle it എന്ന് പറയേണ്ട അവസ്ഥ വരും. And they are proving that they can perform in big matches.